ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടാലോ? വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു കാര്യം പറയട്ടെ കേട്ടോ. കേരളത്തിൽ തന്നെ ഇൻഫ്ലുവൻസേഴ്സ് കൂട്ടായ്മയായ WCC നടത്തുന്ന ഒരു അവാർഡ് ഫംഗ്ഷൻ നടക്കുന്നുണ്ട് കേട്ടോ. ഡിസംബർ 28-ന് കോഴിക്കോട് ആസ്പിൻ കോർട്ട്യാർഡിൽ വെച്ചാണ് ഇത് നടക്കുന്നത്. അപ്പോൾ എനിക്കും അതിൽ പങ്കെടുക്കാനൊരു അവസരം കിട്ടിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബെസ്റ്റ് ഫുഡ് വ്ളോഗറായിട്ട് 5 ചാനൽ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു ചാനൽ നമ്മളതാണ്, ഐഫ കിച്ചനാണ്. അപ്പോൾ വോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് വോട്ട് ചെയ്യാനുള്ള ലിങ്ക് എനിക്കല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓരോ കാറ്റഗറി അനുസരിച്ചാണ് കേട്ടോ വോട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളെ ചാനൽ വന്നിട്ടുള്ളത് ബെസ്റ്റ് ഫുഡ് വ്ളോഗർ എന്നുള്ള ആ ഒരു കാറ്റഗറിയിലാണ്. അതേപോലെ തന്നെ ബെസ്റ്റ് കിഡ്സ് ചാനൽ, അതേപോലെ ബെസ്റ്റ് ചലഞ്ച് ചെയ്യുന്ന ചാനൽ, അങ്ങനെ ഓരോ ചാനലിൻ്റെ ഡീറ്റെയിൽസ് അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കണ്ടേ, കമ്മ്യൂണിറ്റി പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ലൊരു നമ്മൾ ഐഫ കിച്ചൻ കാണുന്ന കുറേ കൂട്ടുകാരുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ എനിക്ക് ഒരു വോട്ട് തരികയാണെങ്കിൽ തരുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിതാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ചെമ്പാ പുട്ടാണ് കേട്ടോ. ചെമ്പാ പുട്ട് എല്ലാവർക്കും അറിയാം, ഇത് നല്ല ടേസ്റ്റുള്ള പുട്ടാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഷുഗറൊക്കെ എല്ലാ ആൾക്കാർക്കൊക്കെ നല്ലതാണ് ഇത് കഴിക്കണമെന്ന് പറയണേക്കാം. തവിടൊക്കെ നല്ലോണം ഇല്ല, അങ്ങനത്തെ ഒരു പുട്ടാണ് കേട്ടോ. പുട്ടുപൊടിയാണ്. അപ്പോൾ ഞാനതൊന്ന് നനച്ച് വെച്ചിട്ടുണ്ട്, ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചാണ്ട് ഒന്ന് കുതിർന്ന് വരട്ടെ. അപ്പോൾ അതവിടെ അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കറി ഉണ്ടാക്കുന്നത് ചെറുപയറാണ്. അപ്പോൾ ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചിനി തലേ ദിവസം തന്നെ കഴുകിയിട്ടാണ് വെള്ളത്തിലിട്ട് വെച്ചത്, എന്നാലും ഒന്നും കൂടെ കഴുകുന്നുണ്ട്. പിന്നെ കടലയും ചെറുപയറൊക്കെ വെള്ളത്തിലിട്ട് ആ വെള്ളം കഴുകിയിട്ട് വെള്ളത്തിലിട്ടാൽ മതി. എന്നാൽ പിന്നെ ആ വെള്ളം കളയണ്ട, ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ കുക്ക് ചെയ്താൽ നല്ലതാണെന്നൊക്കെ പറയും. എന്നാലും ഞാൻ അറിഞ്ഞാലും ആ ഒന്ന് കഴുകണം കേട്ടോ, എന്നാലും എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ. അപ്പോൾ അതാ ഞാൻ ഈ ചെറുപയറൊക്കെ കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പുതിയ കുക്കർ ഇട്ടിയപ്പോഴേ ഈ ഒരു കുക്കർ തന്നെയാണ് കേട്ടോ ഇപ്പോൾ കുക്കിങ്. ചെറുപയർ കറി ആണെങ്കിലും കടലക്കറി ആണെങ്കിലൊക്കെ വെക്കാൻ എളുപ്പമാണ്. പിന്നെ വലിയ വട്ടമുള്ള കുക്കർ ആയതുകൊണ്ട് ഇപ്പോൾ നമ്മൾ വീട്ടിലും തന്നെ ആൾക്കാർ കുറച്ച് കൂടുതലുണ്ടല്ലോ. അപ്പോൾ പിന്നെ വലിയ കുക്കറിലൊക്കെ കറി ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ഇതിക്ക് ഒരു ഉരുളക്കിഴങ്ങും തക്കാളിയും അതേപോലെ പച്ചമുളകും പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരടുപ്പിൽ ചായ തിളപ്പിക്കാൻ വെച്ചിനി, മറ്റേ അടുപ്പിൽ ചിഞ്ചുമോൾക്കുള്ള ചോറാണ് കേട്ടോ. അപ്പോൾ ഓൾക്ക് ഞാൻ ഇന്ന് പച്ചരി ഇട്ടാണ്ട് അങ്ങനെ വേഗം ചോറുണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി. ഇനിയിപ്പോൾ പുറത്തടുപ്പ് കത്തിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കൂടുതൽ അരിയൊക്കെ ഇട്ട് വരുമ്പോൾ തിളച്ച് വരണമെങ്കിലും വെന്ത് വരണമെങ്കിലും നേരം കുറേ ആവും. അപ്പോൾ ഞാൻ ഇന്ന് കുക്കറിലാണ് കേട്ടോ ഓക്കുള്ള ചോറുണ്ടാക്കണത്. രാവിലെ തന്നെ പുറത്തേക്ക് ഇറങ്ങാനൊരു മടി, പിന്നെ ഇന്ന് എണീറ്റപ്പോഴും സമയം വൈകിയിരിക്കണം. പിന്നെ 7:30 ആകുമ്പോഴത്തേന് ഓളെ കൊണ്ടാക്കാൻ പോകണം. അപ്പോഴത്തേനൊക്കെ ആവണ്ടേ, ബ്രേക്ക്ഫാസ്റ്റും ആവണം, ലഞ്ചിനുള്ളതൊക്കെ റെഡി ആവണം. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ പുട്ട് ചുട്ടെടുക്കാൻ കേട്ടോ. അതിൻ്റെ ഇടയിൽ പുട്ടുക്കുള്ള തേങ്ങയൊക്കെ ചിരകി വെച്ചിന്. അപ്പോൾ ഇതാ പുട്ടുപൊടിയൊക്കെ അത്യാവശ്യം പാകത്തിന് തന്നെ നനഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് പുട്ടുകുറ്റിക്ക് തേങ്ങയും പുട്ടുപൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പുട്ടിന് നല്ല ടേസ്റ്റ് ആട്ടോ, എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ പുട്ട്. ഇതിനിപ്പോൾ കറിയൊന്നും ഇല്ലെങ്കിലും തേങ്ങയൊക്കെ കുറച്ച് അത്യാവശ്യം കുറച്ച് തോനെ ചിരകിയിട്ടാലേ അങ്ങനെ ചായൻ്റെ കൂടെ തന്നെ അങ്ങനെ കഴിക്കാം. എനിക്കിഷ്ടാട്ടോ. കറി നിർബന്ധമൊന്നുമില്ല. പിന്നെ കറിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഇഷ്ടം അല്ലേ. കുട്ടികൾക്കാണ് കറി ഇല്ലെങ്കിൽ ഇറങ്ങാത്തത്. അപ്പോൾ ഞാൻ ചെറുപയറൊക്കെ കുറച്ച് വിസിലൊക്കെ അടിച്ച് ഓഫ് ചെയ്തിനി, ഒരു 4-5 വിസിലടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വെള്ളത്തിലിട്ട് കുതിർത്തിയതുകൊണ്ട് എളുപ്പം വെന്തിട്ടുണ്ട്. പിന്നെ കിഴങ്ങൊക്കെ നല്ലോണം വെന്തുടഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിന് ഞാൻ കുറച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ അധികം വെള്ളമൊന്നുമില്ല. അപ്പോൾ ഇത് ഞാൻ ചിഞ്ചുവിന് കൂട്ടാൻ ഇനിയിപ്പോൾ വേറെ ഉണ്ടാക്കണ്ട കരുതിയിട്ട് ഇതിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാണ്ട് ഒന്ന് തൂമിച്ചാണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞിട്ടാണ്ട് ഒന്ന് തൂമിച്ചാണ്ട് അതാണ് കേട്ടോ ഒന്ന് ചോറിന് കൂട്ടാൻ കൊടുക്കണത്. പിന്നെ വേണമെന്ന് പറയുകയാണെങ്കിൽ ഒരു മുട്ടയും പൊരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ബാക്കിയുള്ളേക്ക് കുറച്ച് തേങ്ങ അരച്ചിട്ട് അത് ഒഴിച്ചു കൊടുത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് തിളച്ച് വരട്ടെ, ആ തേങ്ങ ഒന്ന് കുക്കാവണമല്ലോ. അപ്പോൾ അത് അപ്പുറത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേന് പുട്ടിന് ആവി വന്നിട്ടുണ്ട്. അങ്ങനെ പുട്ടൊക്കെ കുത്തിയെടുത്തിട്ടോ. പുട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ രാവിലെ എളുപ്പം കഴിയും. പെട്ടെന്ന് പുട്ടിന് ആവി വരും ചെയ്യും, പെട്ടെന്ന് പുട്ട് ചുട്ട് തീരും ചെയ്യും. അങ്ങനെ പുട്ട് ചുടുന്നതിൻ്റെ ഇടയിൽ പിന്നെ കറി ഒന്ന് തൂമിച്ചിട്ടുണ്ട്. കറി ഒരു വെള്ള കളറായിട്ടോ, മഞ്ഞ കളർ കുറവേനി. അപ്പോൾ ഞാൻ തൂമിച്ചപ്പോൾ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി അരിഞ്ഞിട്ടാണ്ടാണ് കേട്ടോ തൂമിച്ചിരിക്കുന്നത്. പിന്നെ അതിക്ക്
കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തു. നമ്മൾ തൂമിക്കണ എണ്ണയ്ക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ ആ കറീൻ്റെ മേലെ ഇങ്ങനെ പാകി കിടക്കുമ്പോഴേ കറി കാണാനൊരു ഭംഗിയാണല്ലോ അല്ലേ. അപ്പോൾ കറി ഇപ്പോൾ കളറൊക്കെ ഉണ്ട് കേട്ടോ. ചിലപ്പോൾ അങ്ങനെയാണ്, ഒരു വെള്ള കളറൊക്കെ ആയി തോന്നുമ്പോൾ ഒരു കാണാനൊരു ലുക്ക് തോന്നൂല. അങ്ങനെ കറിയൊക്കെ ആയിട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഉമ്മാക്ക് ചായ കൊണ്ടേ കൊടുക്കും. പിന്നെ അനിയത്തിക്കുട്ടിക്കൊക്കെ ഒരു ഗ്ലാസ് ചായയൊക്കെ കൊണ്ടേ കൊടുക്കലുണ്ട്. അപ്പോൾ ഒന്ന് അതൊക്കെ കഴിഞ്ഞു കേട്ടോ. അതൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ നടക്കും. പിന്നെ ചിഞ്ചുമോള് വന്നിക്കണ് കിച്ചണിക്ക്. അപ്പോൾ ഓളെ പാത്രമൊക്കെ ഓൾ തന്നെ കഴുകി ചോറാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ക്ലാസ് ഇല്ലെന്ന് ഒന്നിനും കൂടി തരൂല കേട്ടോ. ക്ലാസ് ഇല്ലാത്തന്ന് വീട്ടിലിരിക്കുമ്പം വീട്ടു ജോലികളൊക്കെ ചെയ്തു തരും. ക്ലാസ് ഇല്ലെന്ന് പിന്നെ ഓരോ പറഞ്ഞിട്ടും കാര്യമല്ല. രാവിലെ ഓരോ കാര്യങ്ങൾ തന്നെ നോക്കാൻ ഉള്ള ടൈം തന്നെ കിട്ടുള്ളൂ. മറ്റവർക്കൊന്നും ഇപ്പോൾ ക്ലാസ് ഇല്ല. അപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് അവധിയാണ്. ചിഞ്ചുമോക്ക് അവധിയൊന്നുമില്ല. അപ്പോൾ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. പിന്നെ ചിഞ്ചുവിനുള്ള ചോറും പാത്രത്തിലാക്കി കൊടുത്തു. അപ്പം ഇന്ന് ചെറുപയർ കറിയിൽ നിന്ന് കുറച്ചെടുത്ത ചെറുപയറും ഞാൻ ഉള്ളിയൊക്കെ ഇട്ടാണ് തൂമിച്ചിരുന്നു കേട്ടോ വെളിച്ചെണ്ണയിൽ. അപ്പം അങ്ങനെ ഒരു ടേസ്റ്റാണ്. പിന്നെ അച്ചാറിൻ്റെ കഷ്ണങ്ങളൊന്നും പറ്റൂല. ഓളന്നെ അച്ചാറിൻ്റെ നീരൊക്കെ കുറച്ചാക്കിയാണ്. പിന്നെ ഒരു മുട്ടയും കൂടിയൊക്കെ പൊരിച്ചു തരാറുണ്ട്. അപ്പോൾ വേണ്ട, ഇത് മതിയായിരുന്നു കണ്ട് അങ്ങനെ പിന്നെ ഞാൻ ഓളെ കൊണ്ടാക്കിയൊക്കെ വന്നു. അപ്പോൾ പുട്ട് ചുടലൊക്കെ കഴിഞ്ഞ് പുട്ടിങ്ങനെ കാണുമ്പോൾ നല്ല രസമല്ലേ വാഴൻ്റെ ഇലയിൽ. അങ്ങനെ പുട്ടും പിന്നെ നമ്മൾ ചെറുപയർ കറിയും ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഒക്കെ ടേബിളിൽ കൊണ്ടുവച്ചിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. പിന്നെ ഇപ്പം നമുക്ക് അനിയത്തിക്കുട്ടി ഉമ്മയൊക്കെ ഉണ്ടല്ലോ നമ്മളൊപ്പം. അങ്ങനെ ഞങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ ചോറിന് വെള്ളം വെച്ചിനി ഞാൻ കുറച്ച് നേരത്തെ. അപ്പോൾ വെള്ളമൊക്കെ തിളച്ചിക്കണം. ഇപ്പം ഇനി ഞാൻ കുറച്ച് തിളച്ച വെള്ളം അതിന് മാറ്റും കേട്ടോ, കുടിക്കാൻ വേണ്ടിയിട്ടാണ്. ഉമ്മ തിളപ്പിച്ചാലേ വെള്ളം കുടിക്കുള്ളൂ. ഇവിടെ മക്കളൊക്കെ പച്ചവെള്ളം കേട്ടോ കുടിക്കുക. എത്ര പറഞ്ഞാലും അവർക്ക് പച്ചവെള്ളം മതി അറിയും. അപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ മുക്കി പിന്നെ അരിയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഇന്നിപ്പോൾ മീൻ ഫ്രിഡ്ജിലുണ്ടായിന്. ഈ ബ്രാല് മീനുണ്ടല്ലോ, നമ്മൾ ഇതിനങ്ങനെ കേട്ടോ പറയാം, ബ്രാല് എന്നാണ് ഈ മീനിന് പറയാം. നിങ്ങളെ നാട്ടിൽ എന്താ ഈ മീനിന് പേര് പറയുക വെച്ചാൽ പറയുകൊണ്ടിട്ടോ. അപ്പോൾ അത് ഐസൊക്കെ വിടാൻ വേണ്ടി കുറച്ച് നേരമായി ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് ഒന്നും കൂടി ഉണ്ട് കേട്ടോ ഐസ് വിടാൻ. കുറച്ചും കൂടിയൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഐസ് കട്ടയിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് വിട്ട് വരും വേണം. അപ്പം ഇന്ന് കറി ഇപ്പം എന്താ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് തൊടിക്ക് നോക്കിയത് കേട്ടോ. അപ്പോൾ ഇവിടെ ചേമ്പുണ്ടതിന്. ചേമ്പിൻ്റെ മുരട് കണ്ടാലേ വലിയ ചേമ്പാണ്, ഇഷ്ടം പോലെ ഉണ്ടാവും തുമ്മലേ വിചാരിച്ചു. അപ്പോൾ ഞാൻ അതൊന്ന് കളച്ച് നോക്കാമെന്ന് കരുതി. അപ്പോൾ ഇങ്ങനെ തള്ളി പൊളിച്ചാണ്ട് വലുതാവുക പറയില്ല, അങ്ങനെ വലുതേക്കണം കേട്ടോ. അപ്പോൾ അടിയിൽ എന്താ ഉള്ളതെന്ന് അറിയില്ല. സാധാരണ ഇങ്ങനെ ഉണ്ടാകുമ്പം അടിയിൽ നിന്നൊന്നും വല്ലാതെ കിട്ടലില്ല. അപ്പോൾ ഞാൻ ഒന്ന് കളിച്ച് നോക്കണുണ്ട്. പണ്ടൊക്കെ ഞാനൊക്കെ സ്കൂളിൽ പോയി അന്ന് എൻ്റെ അമ്മ തൊടിയിൽ നിന്ന് ഇതേപോലെ ചേമ്പൊക്കെ കളിച്ചാണ്ട് നമ്മൾ സ്കൂളിട്ട് വരുമ്പം ചേമ്പൊക്കെ പുഴുങ്ങി അതിക്കൊരു ചമ്മന്തിയും ഒക്കെ ഉണ്ടാക്കി വെക്കും. ഉണക്കമുളകൊക്കെ ചുട്ടാണ്ട് ചിലപ്പോൾ നീ ഉണക്കമീനിൻ്റെ തലയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് ചുട്ട് അങ്ങനത്തെ ചമ്മന്തി ഇങ്ങനെ ചേമ്പൊക്കെ പുഴുങ്ങി വെക്കലുണ്ട് കേട്ടോ. അതൊക്കെ ഓരോ ഓർമ്മകളാണല്ലേ. പക്ഷേ ഇപ്പോഴത്തെ മക്കൾക്ക് അതൊന്നും പറ്റൂല. ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല കേട്ടോ, ഉണ്ടാക്കി കൊടുത്തു നോക്കിയിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ കളച്ച് ഇതുകൊണ്ട് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു കറി വെക്കാനുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു കറി വെക്കാനൊന്നുമല്ല, അതിലേറെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ കണ്ടാൽ അങ്ങനെയല്ല കേട്ടോ തോന്നുക. കണ്ട ഇഷ്ടം പോലെ ഉണ്ടാവും അതിൻ്റെ അടിയിൽ തോന്നും. കാരണം അത്യാവശ്യം നല്ല നീളത്തിൽ വളർന്നും ചെയ്തിരിക്കണം. പിന്നെ നല്ല മുറ്റുള്ള നല്ലൊരു ചേമ്പിൻ്റെ മുരട്ടേന് കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നമുക്ക് കറി വെക്കാനൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിട്ടിയാണ്. അപ്പോൾ അത് ഞാനിനി കൊണ്ടുപോയിട്ട് നന്നാക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്ന് ചേമ്പ് കൊണ്ട് ഒരു മോര് കറി ഉണ്ടാക്കാൻ വിചാരിച്ചു. പിന്നെ മീൻ ഉണ്ടല്ലോ, മീൻ പൊരിക്കും ചെയ്യാമെന്ന് കരുതി. പിന്നെ എനിക്ക് ഇന്നൊരു കുടിരിക്കലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകണം. അപ്പോൾ ചോറും കൂട്ടാനൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പോവാമെന്ന് വിചാരിച്ച്. മക്കളാരും പോരുന്നില്ല, ഞാൻ തന്നെ ഉള്ളൂ. പിന്നെ പോവാതെ നിൽക്കാൻ പറ്റൂല. എൻ്റെ ആങ്ങളുടെ വൈഫിൻ്റെ എൻ്റെ നാത്തൂൻ്റെ മൂത്തമ്മാൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ബന്ധുക്കാരല്ലേ, പോയിട്ടില്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ കുടിരിക്കലിന് പോകും വേണം. അപ്പോഴത്തേന് ജോലികളൊക്കെ വേഗം തീർക്കാണ് കേട്ടോ. പിന്നെയുണ്ട് കേട്ടോ ബാങ്കിലൊക്കെ പോവാണ്ട്. അപ്പോൾ കുക്കിങ്ങൊക്കെ തീർത്തിട്ട് വേഗം പോകണം. കുക്കിംഗ് തീർത്തിട്ടില്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് വീട്ടിൽ. മക്കളൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ സ്കൂളൊന്നും ഇല്ലല്ലോ, സ്കൂളൊക്കെ പൂട്ടിയതുകൊണ്ട് മക്കളെല്ലാവരും ഉണ്ട്. ചിഞ്ചുമോളല്ലാത്തവരൊക്കെ ഉണ്ട്. അപ്പം വേഗം കറി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ചേമ്പ് ഞാൻ ഒരു 2 ചേമ്പ് ഞാൻ അതിന് മാറ്റിയിരുന്നു കേട്ടോ. ഒക്കെ കൂടെ നമുക്ക് വേണ്ടപ്പോൾ
ആവശ്യമുള്ളത് എടുത്താണ്ട് അതിൻ്റെ തൊലിയൊക്കെ ചുരണ്ടിയാണ്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ചുരണ്ടി വെച്ച് കഴിഞ്ഞാൽ കളറ് മാറും. അതിൻ്റെ കളർ കണ്ടില്ല, ഒരു കാപ്പി കളറായിക്കണ്. അത് കഴിയുമ്പോൾ മണ്ണൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ, അതിൻ്റെ കളർ അങ്ങനെ തന്നെയാണ്, അങ്ങനെ മാറും. അപ്പോൾ ഞാൻ വെള്ളത്തിക്കൊക്കെ ഇട്ട് കൊടുത്തിക്കണ്. എന്നിട്ട് നല്ലോണം കഴുകി നുറുക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ചോറ് വന്നാലേ ആ അടുപ്പത്ത് തന്നെ കറി അങ്ങോട്ട് ആക്കുക. പിന്നെ മീൻ നന്നാക്കിയിട്ട് മീനും ഉപ്പുമുളകൊക്കെ തേച്ച് വെക്കാം. അപ്പോൾ അത് ഞാൻ നല്ലോണം പിന്നെ വീണ്ടും ഒന്നും കൂടെ കഴുകി കൊണ്ടുവന്നാണ്. അതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ചു. പിന്നെ ഒരു തക്കാളി കട്ട് ചെയ്തതും ഒരു 3-4 പച്ചമുളക് കീറിയിട്ട് അത് ഇട്ട് കൊടുത്തിക്കണം. പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പുമാണ് ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടിയൊന്നും ചേർക്കണില്ല. എരിവിന് പച്ചമുളക് ചേർത്തുകണ്. പിന്നെ മസാലപ്പൊടിയായിട്ട് മഞ്ഞൾപ്പൊടി മാത്രമേ ഉള്ളൂ, വേറെ പൊടികളൊന്നും വേണ്ട. ഇനി അടച്ചു വെച്ചേക്കണം കേട്ടോ. ഇനി ചോറ് ഊറ്റാൻ നിൽക്കുമ്പോൾ ആ കറി അങ്ങോട്ട് അടുപ്പത്ത് വെക്കും. അപ്പം ഇനി വെറുതെ നിൽക്കണ്ടല്ലോ. അപ്പോൾ മീനും നന്നാക്കാൻ കരുതി. മീനിൻ്റെ ഐസൊക്കെ വിട്ടിക്കണം. ഇപ്പം ഇതിനാണെങ്കിൽ നല്ലോണം ചെതമ്പലുണ്ട് കേട്ടോ, നല്ല ചെതമ്പലുള്ള മീനാണ്. പിന്നെ മുള്ളും ഉണ്ട് അത്യാവശ്യം. പക്ഷെ പൊരിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ കഴിക്കാൻ. ഇങ്ങനത്തെ മീനിനൊക്കെ ഈ എന്താ പറയുക, പുഴമീനിൻ്റെ ഒക്കെ ഒരു ഇതാണല്ലേ. പിന്നെ സാധാ നമ്മളെ കടലത്തെ മീനിൻ്റെ പോലെ തോന്നൂല. എനിക്ക് അങ്ങനെ കേട്ടോ തോന്നൽ, നിങ്ങൾക്ക് അങ്ങനെ അറിയില്ല. നാളൊരു ദിവസം ഞാനിത് വീഡിയോയിൽ കാണിച്ചിട്ട്, ഇങ്ങനത്തെ മീനിനെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ട് ആരോ എന്തോ പറഞ്ഞിനി ഈ മീൻ കൊള്ളൂല എന്നൊക്കെ പറഞ്ഞിനി. കൊള്ളായൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി നമ്മൾ പൊരിച്ചപ്പോൾ നല്ല കഴമ്പും ഉണ്ട്. പിന്നെ മുള്ളുണ്ട്, ചെറിയ ചെറിയ മുള്ളുണ്ട്. കുഴപ്പമൊന്നുമില്ല. പിന്നെ പല നാട്ടിലും പല രീതികളല്ലല്ലേ, പല പേരുമാണ്. അപ്പോൾ മീനൊക്കെ ഞാൻ നല്ലോണം ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ പുറത്ത് അലക്കണ കല്ലുമ്മ തന്നെയാണ് എപ്പോഴും മീൻ നന്നാക്കൽ. അവിടെ കുറച്ച് കഴിഞ്ഞാൽ ഇരിക്കാൻ വയ്ക്കൂല കേട്ടോ, അപ്പോൾ നല്ല വെയിൽ വരും. അപ്പോൾ ഇനി മീനൊക്കെ ഞാൻ വേഗം കല്ലുമ്മ ഇരുന്ന് കണ്ടന്നെ ഒക്കെ നന്നാക്കി എടുക്കുന്നുണ്ട്. പിന്നെന്താ, കമൻറ്റ് ബോക്സിലേക്കൊന്നും വല്ലാതെ ഇപ്പം നോക്കലില്ല കേട്ടോ. കുറേ കമൻറ്റിന് റിപ്ലൈ തരാനുണ്ട്. എല്ലാ വീഡിയോയിലും ഞാൻ പറയലുണ്ട്. പിന്നെ ഇൻഷാ അല്ലാഹ് ഞാൻ ഒഴിവുപോലെ തരുന്നുണ്ട് കേട്ടോ റിപ്ലൈ കാര്യങ്ങളൊക്കെ. അപ്പം തിരക്കൊണ്ടാണ്, വേറെ ഒന്നും അല്ല കേട്ടോ. അപ്പം നിങ്ങൾ എനിക്കൊരു വോട്ട് തരാൻ മറക്കരുത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മളെ ചേമ്പൊക്കെ ചോറൊക്കെ ഊറ്റിയാണ്ട് ഞാൻ ചേമ്പും കറിയൊക്കെ അടുപ്പത്ത് വെച്ചിന് കേട്ടോ. അതിപ്പോൾ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഒന്നും ഇങ്ങോട്ട് ഉടച്ചു കൊടുത്തിക്കണം. പിന്നെ ഞാൻ കുറച്ച് പുളി അതിൻ്റെ അടിയിൽ മീൻ നന്നാക്കി ഉപ്പുമുളകൊക്കെ തേച്ച് അതും വെച്ചിട്ടുണ്ട്. പിന്നെ പുളി വെള്ളത്തിലിട്ട് വെച്ചിനി. ഇനി പുളി പിഴിഞ്ഞിട്ട് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ കറിക്ക് തേങ്ങ അരക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ കുറച്ച് തേങ്ങ അരച്ചിക്കണ്. തേങ്ങയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളി നല്ല ജീരകം. നമ്മൾ ചേമ്പ് കൊണ്ട് മോര് കറിയല്ല ഉണ്ടാക്കുന്നത്. അപ്പം മോരില്ലെങ്കിലും പുളി ഉണ്ടാകുമ്പോൾ പുളി ഉണ്ടാവുമല്ലോ, പുളിവെള്ളം ആണ് കേട്ടോ നമ്മൾ ഒഴിച്ചത്. ഇനി മോരൊഴിച്ചാലും മതി. അപ്പോൾ പുളി പിഴിഞ്ഞിട്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു. ഈ പുളി കുരുവൊന്നും ഇല്ലാത്ത പുളിയാണ് കേട്ടോ. അപ്പോൾ അത് പിഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ആ ഒരു ഇതൊക്കെ അതിൽ ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. അങ്ങനെ കളഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ ചണ്ടി രൂപത്തിലൊന്നും അതിലുണ്ടാവില്ല കേട്ടോ. അങ്ങനെയാണ് വേസ്റ്റൊന്നും ഉണ്ടാവില്ല. പുളിൻ്റെ പുളി തന്നെയാണൊക്കെ, കുരും തോടും അങ്ങനത്തെ ഒന്നും അതിലില്ല കേട്ടോ. വേസ്റ്റൊന്നും ഇല്ല, അത്ര പറഞ്ഞാൽ മതിയില്ലേ. അപ്പോൾ അതൊക്കെ ഒഴിച്ചു കൊടുത്തു. പിന്നെ തേങ്ങ അരച്ചിട്ട് തേങ്ങൻ്റെ അരപ്പ് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമ്മളെ ചേമ്പ് കൊണ്ടുള്ള മോര് കറി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറവിട്ടെടുത്താൽ മതി. പിന്നെ കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു, ജാറൊക്കെ ചുഴറ്റിയിട്ട്. ഈ ചേമ്പും കറിക്ക് എനിക്ക് മുളക് പൊടി ഇടുന്നത് ഇഷ്ടമല്ല കേട്ടോ, പച്ചമുളകിൻ്റെ എരിവാണ് ഇഷ്ടം. പിന്നെ കാണാനും ഒരു ഭംഗി ഉണ്ടാവും. ഇനി വേണമെങ്കിൽ തൂമിക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി ആ എണ്ണയ്ക്ക് ചേർത്ത് കൊടുത്താൽ കറി കാണാനൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ കറി ആയിട്ടുണ്ട്. പിന്നെ മീൻ പൊരിക്കാൻ ചട്ടി അടുപ്പത്ത് വെച്ച് വേഗം വിറകടുപ്പിൽ കുക്ക് ചെയ്യാൻ നിന്നാൽ അതാണ് എളുപ്പം, കുക്കിംഗ് തീരും. അപ്പോൾ ചട്ടി ചൂടായപ്പോൾ തന്നെ ഇവിടെ കറി തൂമിച്ചിട്ട് ഞാൻ വെളിച്ചെണ്ണയിൽ കടുകൊക്കെ പൊട്ടിച്ച് ഉലുവി ഇട്ട് കൊടുത്തിനും കുറച്ച്. പിന്നെ വറ്റൽമുളകും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടു. പിന്നെ അതിക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട എണ്ണയ്ക്ക്. അപ്പോൾ കറി കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ. അതേപോലെ തന്നെ കേട്ടോ ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരു മീൻ വറുത്തതോ അല്ലെങ്കിൽ ഒരു പപ്പടമോ ഒക്കെ ഉണ്ടെങ്കിൽ വേറെ നിറച്ച് നമുക്ക് ചോറ് കഴിക്കാം. അങ്ങനെ കറി സെറ്റായി. പിന്നെ മീൻ ഉപ്പുമുളകൊക്കെ തേച്ച് വെച്ചിനി, അതും ഇതവിടെ പൊരിച്ചെടുക്കുന്നുണ്ട് അടുപ്പ് ഒഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുടിരിക്കലിനൊക്കെ പോയി. പിന്നെ അവിടുത്തെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. കുറേ ആൾക്കാരുണ്ടാവണമല്ലേ, എല്ലാവർക്കും വീഡിയോയിൽ വരുന്നതൊന്നും ഇഷ്ടമുണ്ടാവില്ല. നമുക്ക് നമ്മളെ അടുക്കളയിൽ ഇരുന്ന് തന്നെ വീഡിയോ എടുക്കാനൊരു മൂഡ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇനി ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ എനിക്കൊരു വോട്ട് തരാനും മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.